വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റില ഹബിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാറി ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3BHK ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷനാണ് വീടിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. വീടിന് ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും ഉണ്ട്. 3 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇത് ഡെഡ് എൻഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാളിയും സ്ക്വയർ ട്യൂബ് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കൂടാതെ 2-way ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മുടെ കോമ്പൗണ്ട് വാൾ വരുന്നത്. 5 മീറ്ററോളമാണ് ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിനാണ് ഉള്ളത്. 17 അടിയോളം നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകൾ പാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് KW വാട്ടർ കണക്ഷനാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്രാസ് നൽകി പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഇവിടെയും 2 അടിയോളമാണ് വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് ആണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഉള്ളത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ചെയ്ത് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ പൈപ്പ് ലൈൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിന് ഈസ്റ്റിലേക്കും സൗത്തിലേക്കും സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വൈറ്റ് പെബിൾസും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായ ഒരു സ്ട്രോങ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. വിൻഡോയ്ക്ക് ചെറിയ ബീഡിംഗ് ഒക്കെ കൊടുത്താണ് വരുന്നത്. വലിയൊരു കോർണർ സോഫ സെറ്റും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിന് കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഗോൾഡൻ ലൈൻസും കൊടുത്താണ് വരുന്നത്. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വരുന്നത്. ഫോൾ സീലിംഗ് ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് വുഡൻ ടെക്സ്ചറുള്ള പാനലിംഗ് നൽകിയാണ് സീലിംഗ് വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇരുഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്.
മുകളിൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലിവിങ്ങിൽ നിന്ന് ഡൈനിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷനിൽ LED സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ലൈറ്റാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ടൈലാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു മിറർ നൽകി സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും LEസിൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പാനലിംഗ് വരുന്നുണ്ട്. പാനലിൽ അത്യാവശ്യം ഡെക്കർ സ്പേസും ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 9.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പവർ സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയും പവർ പോയിന്റ് വരുന്നുണ്ട്. കൂടാതെ വാട്ടർ പ്യൂരിഫയറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചണും വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14.5 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു കോർണർ ലൈറ്റ് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ വാട്ടർ ക്ലോസറ്റ് വരുന്നുണ്ട്. എല്ലാം തന്നെ BXൻ്റെയാണ് വന്നിരിക്കുന്നത്. ലക്സസിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പോർഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് ഒരു ഭംഗിയുള്ള വോൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലേക്ക് ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് 4 അടിയോളം നീളമുള്ള ഒരു പാസേജിലേക്കാണ്. പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയായിട്ട് ആദ്യം കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഓപ്പണിംഗ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എൻഡ് ലൈറ്റാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ഡൈനിങ് സ്പേസിൽ നിന്നൊരു ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14.5 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും സീലിംഗ് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കോർണർ ലൈറ്റാണ് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വാട്ടർ ക്ലോസറ്റും വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നത് BX എന്ന ബ്രാൻഡിൻ്റെയാണ്. കൂടാതെ ലക്സസിൻ്റെ ഡൈവേർട്ടറാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. 14 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്കും ഒരു സിംഗിൾ ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ആ ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിലെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ വാട്ടർ ക്ലോസറ്റും വാഷ് കൗണ്ടറും BXൻ്റെയാണ് വരുന്നത്. ലക്സസിൻ്റെ ഡൈവേർട്ടർ നൽകിയിരിക്കുന്നു. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. 7 അടിയിലേറെ നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബാണ് അതിൽ നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോളിലെ ഭംഗിയുള്ള വോൾ ലൈറ്റും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൻഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ വരുന്നത്. ഇൻവെർട്ടറിനുള്ള പോയിന്റ് ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, വൈറ്റില ഹബിലേക്ക് 3 കിലോമീറ്റർ, കാക്കനാടേക്ക് 6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ, തൃപ്പുണിത്തുറയിലേക്ക് 4 കിലോമീറ്റർ, ഫോറം മോളിലേക്ക് 7 കിലോമീറ്റർ, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 2.5 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിങ്ങും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 79 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും പരസ്യം ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.